15 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക്, അതായത് 5 രാശിയിൽ പെടുന്ന 15 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ സൗഭാഗ്യത്തിന്റെ നാളുകൾ വന്നെത്തുകയാണ്. അതായത് നിങ്ങൾ കാലങ്ങളായി ആഗ്രഹിക്കുകയും എന്നാൽ വളരെയധികം തടസ്സങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നിറവേറാത്ത തരത്തിലുള്ള അവസ്ഥകളും അനുഭവിച്ചിരുന്ന 5 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന സമയം വന്നിരിക്കുകയാണ്. അതായത് എല്ലാ മനുഷ്യരിലേക്കും സമ്പത്തും ഐശ്വര്യവും ജീവിതത്തിലെ ഉയർച്ചകളും എല്ലാം വന്നെത്തണമെങ്കിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. അതായത് ശുക്രന്റെ അനുഗ്രഹവും ശുക്രൻ ഭാഗ്യഭാവത്തിൽ വരികയും ചെയ്യുമ്പോൾ മാത്രമായിരിക്കും മനുഷ്യരിലേക്ക് ഉയർച്ചകളും സമ്പന്നതയും എല്ലാം വന്നെത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ജ്യോതിഷ ഫലപ്രകാരം ശുക്രന്റെ രാശി മാറ്റം സംഭവിക്കുവാൻ പോവുകയാണ്. അതായത് ശുക്രൻ രാശി മാറുന്നത് ഈ 5 രാശിക്കാരെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ശുക്രന്റെ ഈ രാശി മാറ്റത്താൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുന്നത് എന്നുള്ളതും, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശുക്രന്റെ രാശി മാറ്റം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുവാൻ പോകുന്നത് എന്നതിനെ പറ്റിയെല്ലാം വ്യക്തമായി ഇന്നത്തെ അധ്യായത്തിലൂടെ ഞങ്ങളിലേക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവർക്കും പ്രപഞ്ച സത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇതിൽ ഈ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം സ്നേഹം, സൗന്ദര്യം, മഹത്വം, സമ്പത്ത്, ഉയർച്ച, നേട്ടങ്ങൾ എല്ലാ കാര്യങ്ങളുമായും തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ആദ്യമായി ശുക്രന്റെ ഈ രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം സ്വാധീനം, അതായത് ശുക്രന്റെ സ്വാധീനം ലഭിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാരായിട്ട് വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിയിൽ പെടുന്ന വ്യക്തികളാണ്. അതായത് ശുക്രന്റെ ഈ രാശി മാറ്റം സംഭവിക്കുവാൻ പോകുന്നത് മെയ് മാസം 31-ാം തീയതിയാണ്. ഇപ്പോൾ ശുക്രൻ മീനം രാശിയിലാണ് നിൽക്കുന്നത്. ഈ മെയ് 31-ാം തീയതിയോടെ ശുക്രൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഈ മേടം രാശിയിലുള്ള ശുക്രന്റെ സഞ്ചാരം ഈ 5 രാശിക്കാർക്കും ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള പല മാറ്റങ്ങൾക്കും കാരണമാകുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള ഫലങ്ങൾ പ്രകാരം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു അനുകൂല അവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എന്ത് ചെയ്താലും അതിലെല്ലാം തടസ്സങ്ങളും അതിലെല്ലാം പരാജയവും അനുഭവിച്ചു കൊണ്ടിരുന്ന മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ അവസ്ഥയിൽ നിന്നെല്ലാം വളരെ വലിയ മാറ്റമായിരിക്കും കാണുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ജോലി മേഖലകളിൽ, അത് എന്ത് തരത്തിലുള്ള ജോലി ചെയ്യുന്ന മേടം രാശിക്കാരാണെങ്കിലും നിങ്ങൾക്ക് അതിലെല്ലാം ഒരു ഉയർച്ച ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ചില പുതിയ മാറ്റങ്ങൾ, ചില പുതിയ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരിക, ചില പുതിയ വ്യക്തികളുമായിട്ട് പരിചയം പുതുക്കേണ്ടി വരിക, അതുപോലെ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മേടത്തിലേക്കുള്ള ശുക്രന്റെ രാശി മാറ്റം കൊണ്ട് നിങ്ങൾക്ക് ഫലത്തിൽ വരും. മാത്രമല്ല മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കുറച്ച് ആഡംബര ജീവിതത്തിലേക്ക് മാറുവാനുള്ള ഒരു സാഹചര്യവും, അതായത് ഒരു ഭാഗ്യവും നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കടബാധ്യതകളും എത്ര ബുദ്ധിമുട്ടുകളും എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങളെ ബാധിച്ചിരുന്നവരാണെങ്കിലും മേടം രാശിക്കാർക്ക് ഭാഗ്യത്തിന്റെ തുണ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് ജീവിതം കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് മാറും എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് ഈ ശുക്രന്റെ മേടം രാശിയിലേക്കുള്ള രാശി മാറ്റം കൊണ്ട് ജീവിതം വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറുവാൻ പോകുന്ന രാശിക്കാരായിട്ട് വരുന്നത് മിഥുനം രാശിക്കാരാണ്. അതായത് മിഥുനം രാശിയുടെ 11-ാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്.
ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ, അതുപോലെ സാമൂഹിക ബന്ധങ്ങൾ എന്നിവയിലെല്ലാം വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുമുണ്ട്. അതായത് നിങ്ങൾ ഇടപെടുന്ന വ്യക്തികളുമായും അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ശ്രദ്ധ, കാരണം ചെറിയ ശ്രദ്ധക്കുറവ് നിങ്ങളെ അബദ്ധത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ഇത് നിങ്ങൾക്ക് ഉയർച്ചയുടെ സമയം തന്നെയാണ്. അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മകീരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും അനുകൂല സമയമായിട്ടാണ് ഈ ശുക്രന്റെ രാശിമാറ്റം സംഭവിക്കുന്ന സമയം കണക്കാക്കപ്പെടുന്നത്. എന്നാൽ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ കടം കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ. കാരണം ചിലപ്പോൾ കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ പരമാവധി കടം വാങ്ങാതെയും കൊടുക്കാതെയും ഒക്കെ ഇരിക്കുന്നതാണ് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും ഉചിതം. എന്നാൽ നിങ്ങൾക്ക് വരുമാനത്തിൽ വർധനവും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും കഴിയുമെന്നുള്ളത് തന്നെയാണ് ഈ ശുക്രന്റെ രാശിമാറ്റം കൊണ്ട് നിങ്ങളിലേക്ക് എത്തുന്ന മഹാഭാഗ്യം. മാത്രമല്ല ആരോഗ്യസ്ഥിതിയും സന്തോഷവും സമാധാനവും എല്ലാം തന്നെ നിങ്ങൾക്ക് ഏറ്റവും അധികമായിരിക്കും. ഇനി അടുത്തതായിട്ട് ശുക്രന്റെ ഈ രാശിമാറ്റം വളരെയധികം ഭാഗ്യമായിട്ട് വരുന്ന രാശിക്കാരായിട്ടുള്ളത് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളാണ്. അതായത് ശുക്രന്റെ ഈ സംക്രമണം സംഭവിക്കും തോറും നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നല്ല കാര്യങ്ങളും സംഭവിച്ചു വരുന്നതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതായത് ചിങ്ങം രാശിയുടെ 9ാം ഭാവത്തിലാണ് ശുക്രന്റെ ഈ മേടം രാശിയിലുള്ള സംക്രമണം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ കരിയറിൽ വളരെ മികച്ച മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്. കരിയർ എന്ന് പറയുമ്പോൾ വലിയ വലിയ ജോലികൾ ചെയ്യുന്നവർക്ക് മാത്രമല്ല, എന്തൊരു ജോലി ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അതല്ല എന്താണോ നിങ്ങളുടെ വരുമാന സ്രോതസ് അതിലെല്ലാം മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽപ്പെടുന്ന വ്യക്തികൾക്ക് വളരെ മികച്ച രീതിയിലുള്ള ചില അനുഭവങ്ങൾ ഈ ഒരു സമയത്ത് കാണുവാൻ കഴിയും. മെയ് 31-ാം തീയതി മുതൽ അങ്ങോട്ടുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് ഏറ്റവും ശുഭകരമായ മാറ്റങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. ഇതുവരെ നിങ്ങൾ എത്ര വലിയ മാനസിക വിഷമതകളിലൂടെയും സങ്കടങ്ങളിലൂടെയും ഒക്കെയാണ് കടന്നു പോയിരുന്നതെങ്കിലും അതിൽ നിന്നെല്ലാം ഒരു മാറ്റം തീർച്ചയായും ചിങ്ങം രാശിക്കാരെ തേടിയെത്തും. അതിന് കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും കടബാധ്യതകളാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അതിൽ നിന്നെല്ലാം ഒരു രക്ഷ നേടുവാൻ നിങ്ങൾക്ക് കഴിയും ഈ ശുക്രന്റെ അനുഗ്രഹം കൊണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ചില പ്രശസ്തി, അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വളരെ വലിയ വിജയങ്ങൾ കൈവരിക്കുന്നത് കൊണ്ട് നിങ്ങൾ കുറച്ച് വ്യക്തികളാൽ അറിയപ്പെടുകയും അതുപോലെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഭാഗ്യവും ചിങ്ങം രാശിക്കാർക്ക് ഈ ശുക്രന്റെ അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ചില വ്യക്തികൾക്ക്, അതായത് ചിങ്ങം രാശിക്കാരായി വരുന്ന മകം, പൂരം, ഉത്രം വരുന്ന വ്യക്തികൾക്ക്, എല്ലാവർക്കുമല്ല ചില വ്യക്തികൾക്ക് വിദേശത്തേക്ക് പോകുവാനും അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും അതുപോലെ സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കുവാനുമുള്ള യോഗവും ഈ ഒരു സമയത്ത് നിലവിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുവരെ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ സാഹചര്യങ്ങൾ അതെല്ലാം നിങ്ങൾ മറന്നേക്കുക. കാരണം ശുക്രൻ നിങ്ങൾക്ക് ധനഭാവത്തിൽ, അതായത് കൂടുതൽ ധനവും സാമ്പത്തിക നേട്ടങ്ങളും നൽകുവാനായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മാറും. ഇപ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥ എന്താണോ അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറി മറിയുന്ന തരത്തിലുള്ള അത്ഭുതങ്ങൾ തന്നെയായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് എന്തൊക്കെ വിഷമങ്ങളാണോ നിങ്ങളെ അലട്ടുന്നത് അതെല്ലാം മറന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന സമയമാണ് നിലനിൽക്കുന്നത്. ഇനി അടുത്ത രാശിക്കാരായിട്ട് വരുന്നത് തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരെന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ തുലാം രാശിയുടെ അധിപൻ തന്നെ ശുക്രനാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഫലങ്ങൾ ഇരട്ടിയായിരിക്കും.
പ്രത്യേകിച്ച് പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്കൊക്കെ കടന്നിരിക്കുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ മെച്ചപ്പെട്ട അവസ്ഥയിൽ മുന്നോട്ട് പോവുകയും വളരെയധികം സന്തോഷങ്ങളും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നിവർത്തീകരിച്ചെടുക്കുവാനുമുള്ള യോഗവും ഈ ഒരു ശുക്രന്റെ മാറ്റം കൊണ്ട് നിങ്ങളിലേക്ക് വന്നെത്തുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഈ പുതിയ ദമ്പതികളായിട്ടുള്ള വ്യക്തികൾക്ക് പുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയും. അതായത് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കും പുതിയ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കൈവരുന്നതായിട്ട് ഫലത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ ജോലി അവസരങ്ങളൊക്കെ ഈ ദമ്പതികളുടെ കാര്യം മാത്രമല്ല പറയുന്നത്, തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പുതിയ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുവാനും പുതിയ അവസരങ്ങൾ പലതും നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾ പ്രത്യേകം ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ആരോഗ്യത്തിൽ മാത്രം നിങ്ങൾ കുറച്ചധികം പ്രാധാന്യം നൽകണം. തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകാതെ മറ്റുള്ള ഒരു കാര്യത്തിലേക്കും പോകരുത്. കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ശുഭകരമായി വരുമ്പോൾ നിങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ ശ്രദ്ധയുണ്ടെങ്കിൽ, നിങ്ങളുടെ കരുതലുണ്ടെങ്കിൽ തീർച്ചയായും മികച്ച ആരോഗ്യസ്ഥിതിയും സന്തോഷവും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിലനിൽക്കും. അതോടൊപ്പം തന്നെ തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭവനങ്ങളിൽ, അതായത് ചില സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ, ചില മംഗളകാര്യങ്ങൾ, ചില ആഘോഷങ്ങളൊക്കെ നടക്കുവാൻ പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ മെയ് 31 തീയതി മുതൽ അങ്ങോട്ടുള്ള സമയം. ഇനി അടുത്തതായിട്ട് ഈ ശുക്രന്റെ രാശിമാറ്റം മഹാഭാഗ്യമായിട്ട് വരുന്ന രാശിയിൽ പെടുന്നത് ധനുരാശിക്കാരാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാടം ഉൾപ്പെടുന്ന ധനുരാശിയിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ 5ാം ഭാവത്തിലാണ് ശുക്രന്റെ ഈ ഒരു സംക്രമണം നടക്കുന്നത്. നിങ്ങൾക്ക് സ്നേഹവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ്. അതായത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക്, വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രണയബന്ധത്തിൽ ആയിരിക്കുന്നവർക്ക്, ഇങ്ങനെയുള്ള ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ വളരെയധികം സന്തോഷവും ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചില മംഗളകരമായ കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല സമയമാണ് ശുക്രന്റെ ഈ രാശിമാറ്റം കൊണ്ട് മെയ് മാസം 31 തീയതിയോടെ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്നത്. അതുപോലെ വിവാഹത്തിലേക്ക് എത്തുവാനുള്ള യോഗം പല ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം നിങ്ങൾ വിദ്യാർത്ഥികളുടെ കാര്യമാണ്. ധനുരാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യമാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിൽ വളരെയധികം മികച്ച വിജയവും ചില പരീക്ഷകളൊക്കെ എഴുതിയിട്ട് അതിൻ്റെ നല്ല ഒരു വിജയത്തിനായി കാത്തിരിക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും നല്ല വിജയ സാധ്യതകളാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് ചില അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ വന്നു ചേരുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട്. അത് എന്തെങ്കിലും തരത്തിലുള്ള ലോട്ടറി ആവാം, അതല്ല എന്നുണ്ടെങ്കിൽ കുടുംബസ്വത്തിൽ നിന്നോ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി മേഖലകളിൽ നിന്നുള്ള ബോണസുകൾ, അങ്ങനെ നിങ്ങളിലേക്ക് തടസ്സപ്പെട്ട് കിടന്ന ഫണ്ടുകളൊക്കെ നിങ്ങൾക്ക് കൈവരുവാനുള്ള യോഗം ഈ ഒരു സമയത്ത് വളരെയധികമാണ്. ശുക്രന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനമായി സംഭവിക്കുന്നത് ധനകാര്യത്തിലുള്ള ഉയർച്ചകൾ തന്നെയാണ്. അതായത് കൂടുതൽ ധനലാഭം, കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങളും ഭാവിയുടെ ഉന്നമനവും ഉയർച്ചകളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 5 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സൗഭാഗ്യമാണ് മെയ് 31 തീയതിയോടെ ശുക്രന്റെ രാശിമാറ്റം കൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഇപ്പോൾ നിലവിൽ നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കഷ്ടതകളോ ദുരിതങ്ങളോ ദുഃഖങ്ങളോ അനുഭവിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ്. തീർച്ചയായും ഞാൻ എൻ്റെ നിത്യപൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നാളെ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.